നമസ്കാരം. തണുപ്പ്. ഡയറക്ടർ രാകേഷ് നാരായണൻ, റൈറ്റർ അനു ആനന്ദൻ, അതുപോലെ തന്നെ ഇതിൽ അഭിനേതാക്കൾ വന്നിട്ടുള്ളത് നിതീഷ് നമ്പ്യാരും അതുപോലെ ജിബിയ ടി സി എന്നിങ്ങനെ രണ്ട് ആക്ടേഴ്സ് ആയിരുന്നു. ഈ ഒരു സിനിമയുടെ പേരാണ് എന്നെ വ്യത്യസ്തമാക്കിയത് ഇത് കാണാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ കാണണമെന്ന് ഞാനിങ്ങനെ കരുതിയിരുന്ന ഒരു സിനിമയായിരുന്നു തണുപ്പ്. സോ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ ഒരു രണ്ട് കഥാപാത്രത്തിലൂടെയാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. പ്രജീഷും ട്രിസ എന്നിങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾ. അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ അവര് വേറൊരു സ്ഥലത്തിലേക്ക് താമസം മാറി വരുന്നതും അവിടെ നിന്നാണ് ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന നിഗൂഢമായ കാര്യങ്ങളെ തുറന്നു കാട്ടുന്നതാണ് ഈ ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. വളരെ കഠിനമേറിയ തണുപ്പേറിയ ഒരു കഥാഗതിയിലൂടെ കഥ പറഞ്ഞു പോവുകയാണ് തണുപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രജീഷായിട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം, നിതീഷ് നമ്പ്യാർ എന്ന് പറയുന്ന ആക്ടറായിരുന്നു. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. ഭാവിയിൽ നല്ലൊരു നടനായി വരാനുള്ള, അതായത് ഇനിയും കഥാപാത്രങ്ങൾ കിട്ടി ചലഞ്ചിങ് ആയിട്ടുള്ള റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നടനായിട്ട് വരാൻ അദ്ദേഹത്തിന് വളരെ ചാൻസ് ഉള്ള ഒരു നടനും കൂടെയാണ്. അതുപോലെ ജിബിയ എന്ന് പറയുന്ന നായിക, ട്രെസയായിട്ട് എത്തിയിട്ടുള്ള ജിബിയ എന്ന് പറയുന്ന ഒരു നടിയാണ്. അവരും സൂപ്പറായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ പൊള്ളിയായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്തു പോയിട്ടുണ്ട്. ശരിക്കും ഈ സിനിമ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കണ്ടന്റാണ്. സോ അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ നിങ്ങളുടെ ആസ്വാദനം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കണ്ടന്റ് ഒന്നും പറയുന്നില്ല, ഒരു സ്പോയിലർ ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത് ബിബിൻ അശോക് ആണ്. നമ്മുടെ ബിജിപാലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ബിബിൻ അശോക് ആയിരുന്നു ഇത് മ്യൂസിക് ഡയറക്ടറായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി കാഴ്ചകളായിരുന്നു. ഒരു കാട് പ്രദേശമാണ് കൂടുതലും ഇങ്ങനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വന്യമായുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു കഥ പറഞ്ഞു പോകുന്നത്, നിഗൂഢമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ കഥ പറയുന്നത്. അതുപോലെ തന്നെ ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ടൈറ്റിൽ കാർഡൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട്. ആ സ്ലോ ബേസിൽ ക്യാമറ ഇങ്ങനെ ഈ കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഇങ്ങനെ സ്ലോ ബേസിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്ന ഒരു സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു. നൈസ് എന്ന് പറഞ്ഞാൽ നൈസ് സാധനമായിരുന്നു. അത് നമ്മളിങ്ങനെ ആ ഒരു സോങ്ങും അതിനനുസരിച്ച് ഒരു കഥാപാത്രങ്ങളുടെ കൂടെ തന്നെ നമുക്ക് ലയിച്ചു പോകാനായിട്ട് സാധിക്കാവുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ളൊരു വർക്കിംഗ് രീതിയായിരുന്നു, മൊത്തത്തിലുള്ളൊരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ആയിരുന്നു. സാധാരണ പോലും ഞാൻ ഈ സിനിമ ടൈറ്റിലൊക്കെ കണ്ടു വിചാരിച്ചു ഇതൊരു അവാർഡ് ടൈപ്പ് ഒരു സ്ലോ ബേസിൽ പോകുന്ന പടമാണ്. പക്ഷെ അല്ല, ഇത് വളരെ ഡിഫറെന്റാലിറ്റിയിൽ നമ്മുടെ സാധാരണ ഒരു പടം കാണുന്നത് അതേ ക്വാളിറ്റിയിൽ ഇതിന്റെ ട്രെയിലർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അന്ന സമയത്ത് തിയേറ്റർ റിലീസ് ഉണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെങ്ങും അടുത്ത് ഈ പടങ്ങളൊന്നും റിലീസ് ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജനസംഖ്യയും വലിയ നടഞ്ഞൊന്നും അല്ലാത്തത് കൊണ്ടായിരിക്കാം മിക്കവാറും ആള് കയറാനതും തിയേറ്റർ ഷോ നടക്കാനെന്നും അതിനെപ്പറ്റിയുള്ളൊരു കാര്യം എനിക്ക് ഡീറ്റെയിലിംഗ് അറിയില്ല. പക്ഷെ എനിക്കിത് കാണാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഈ സിനിമ വളരെയേറെ ഇമോഷണലി കണക്ട് ആവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഇതിന്റെ ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. പലയിടത്തും ഇതിന്റെ ഇമോഷണൽ, അതായത് നമ്മൾ ഈ പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അഭിനേതാവിന്റെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരെ നമ്മളിങ്ങനെ ഒറ്റ രീതിയിൽ പിടിച്ചിരുത്തും. നമുക്ക് ഇതിന്റെ അകത്ത് എന്തോ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മളെ ഓരോ കഥാപാത്രങ്ങളുടെയും ഒരു ഫോക്കസിനേഷനും, അല്ലെങ്കിൽ ആ ക്യാരക്ടർ നമ്മളിങ്ങനെ ചെന്ന് നിൽക്കുന്ന സമയത്ത്, ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാക്കുകളിലൂടെയും നമ്മൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സംഭവത്തെ ഇങ്ങനെ പുറത്തെത്തിക്കാനായിട്ട് സംവിധായകൻ വളരെയേറെ ഡിഫറെന്റ് ആയിട്ട് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പടം കാണുമ്പോൾ അതിന്റെ ഒരു ആസ്വാദനം എന്ന് പറയുന്നത് അത് വളരെ ഡിഫറെന്റാലിറ്റിയാണ് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ പറയല്ലോ, ട്രിസയായിട്ട് എത്തിയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ജിബിയ ടി സി എന്ന് പറയുന്ന ഒരു നടിയാണ്. സോ അവരുടെ പ്രകടനം എന്ന് പറയുന്നത് ഒരു സൂപ്പറാലിറ്റി പ്രകടനമാണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള പ്രകടനമായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ആ നടി വലിയ വേറെ സിനിമകളിലൊന്നും എത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ നടിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സോ നല്ല പ്രകടനമായിരുന്നു, നല്ല ഗംഭീര പ്രകടനമായിട്ടാണ് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സിനിമ, ഈ ഒരു സിനിമ ഇപ്പോഴത്തെ സമൂഹത്തിൽ ആവശ്യമായുള്ള കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ ഈ ഒരു പടം കാണണം. അതുപോലെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിന് ഒത്തുള്ള ഒരു കഥയും ഒക്കെ തന്നെയാണ് വന്നു പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു കണ്ടന്റ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങളുടെ ആസ്വാദനം നഷ്ടപ്പെടണ്ടെന്നും പറഞ്ഞാണ് ഇതിന്റെ കണ്ടന്റ് ഞാനിവിടെ വെളിപ്പെടുത്താത്തത്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് ഒക്കെ ആവട്ടെ. കാരണം അത് വളരെ ഒരു ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ വളരെ ഒരു ആസ്വാദന രീതിയിലേക്ക് എത്തിക്കും. സോ ഇത്രേ ഉള്ളൂ ഈ തണുപ്പ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റിയ വളരെ ഗംഭീരമായ ഒരു സിനിമയായിട്ടാണ് തണുപ്പ് അനുഭവപ്പെട്ടത്.
ബോറടി ഇല്ലാതെ ബോറടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സീൻസുകളിൽ നമുക്ക് ഇങ്ങനെ ലാഗ് അനുഭവപ്പെട്ടേക്കാം. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. നല്ല രസമായി തന്നെ കണ്ടിരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പഴയ അഭിനേതാക്കളൊക്കെ വന്ന് പോയിട്ടുണ്ട് കേട്ടോ. പുതുമുഖ ക്യാരക്ടേഴ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചില സീൻസുകളിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു പടമായിട്ടാണ് അനുഭവപ്പെട്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടുപോകാൻ പറ്റിയ ഗംഭീരമായ ഒരു സിനിമയാണ്. എന്തായാലും തീർച്ചയായിട്ടും കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സുമായി വിലയിരുത്തുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.